സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ളവർക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടും കർമ്മബലവും ആത്മസംതൃപ്തി എന്ന കർമ്മ പ്രതിഫലവും നമുക്ക് സാധിച്ചാൽ എത്ര ധന്യമാണല്ലേ ജീവിതം. രാവിലെ നമ്മൾ ഉണരുന്നു, പ്രഭാതകൃത്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചായ, പത്രവായന, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് റിട്ടയറായവർ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നു. 10:30 മണിക്കൊരു ചായ, കുറച്ച് വർക്ക്, 1 മണിക്കൊരു ലഞ്ച്, കുറച്ചുറക്കം അല്ലെങ്കിൽ ഓഫീസ് വർക്ക്, 3:30 മണിക്കൊരു ചായ, വൈകുന്നേരം കുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം. ഏതാണ്ട് അറിഞ്ഞും അറിയാതെയുമെല്ലാം നമ്മളുടെ ജീവിതം ഒരു സൈക്കിള്. ഈ സൈക്കിളിൽ നമ്മൾ എന്താ ചെയ്തത്? വെറുതെ ചിന്തിച്ചു നോക്കാം. വീടിന്റെ മുമ്പിലുള്ള മാവ്, പ്ലാവ്, അതും ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു സീസണിൽ ആരും ചോദിക്കാതെ കുറേ മാങ്ങ, കുറേ ചക്ക, കുറേ തേങ്ങ, ഇതെല്ലാം നമുക്ക് തരുന്നു. കറുകപ്പട്ട എടുത്താൽ കുറേ അതിൻ്റെ തൊലി തരുന്നു. ജാതിക്ക എടുത്താൽ അതിൻ്റെ കായ തരുന്നു. പപ്പായ എടുത്താൽ അതിൻ്റെ പഴം തരുന്നു. വാഴ എടുത്താൽ അതിൻ്റെ തല തന്നെ നമുക്ക് തരുന്നു. എല്ലാം ചിലപ്പോൾ കളറുള്ള ഇല ഉള്ള ഗാർഡൻ ചെടി കളർ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്നു 24 മണിക്കൂറും. ചിലപ്പോൾ കളറുള്ള പുഷ്പങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ, സുഗന്ധമുള്ള കായ്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരീരത്തിനോ മനസ്സിനോ തന്നിട്ടാണ് പോകുന്നത്. അത് തന്നെ കായ ഉള്ളതാണെങ്കിൽ കായ നട്ടാൽ പുതിയ പുതിയ ചെടി വരും. കായ ഇല്ലാത്തതാണെങ്കിൽ തണ്ട് നട്ടാൽ പുതിയ പുതിയ ചെടി വരും. അങ്ങനെ അവരെല്ലാം നമുക്ക് എന്തെങ്കിലും, ഈ കളറുള്ള പൂക്കളും കളറുള്ള ഇലകളും കളറുള്ള ചെടിയും പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും വലുതായിട്ട് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന് വേണ്ടി തന്നെയാണല്ലോ. അങ്ങനെ മനുഷ്യനെ സന്തോഷിപ്പിച്ച് അത് നിലനിൽക്കുന്നു. പല രീതിയിൽ നമ്മൾ എന്തു കൊടുക്കുന്നു ആർക്കെങ്കിലും? വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുക. എനിക്കിന്ന് അത്ഭുതം തോന്നി. ഞാൻ എൻ്റെ അച്ഛനോട് അല്പം പണ്ട് 50 വർഷം മുമ്പ് ദേഷ്യപ്പെട്ടത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് അതിൽ കമന്റ് എഴുതി. ഒരു മേഴ്സിക്കുട്ടി എന്ന് പറയുന്ന സിസ്റ്റർ സ്ഥിരമായിട്ട് നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ്. ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത് എൻ്റെ അനുഭവം, നിങ്ങളുടെ അനുഭവം. നിങ്ങൾ പലരും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. അതുമാതിരിയുള്ളതിൽ ധാരാളം കാര്യങ്ങൾ എഴുതാറുണ്ട്. അതുകൊണ്ട് എത്ര പേർക്കാണെന്നറിയാമോ പ്രയോജനം? എത്ര പേർക്കാ പ്രയോജനം എന്നറിയാമോ? വെറുതെ ഓരോന്നും വായിച്ചുകൊണ്ട് പോയാൽ വിമർശനങ്ങളൊക്കെ വളരെ കുറവാണ്. സാറേ, എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു സാറേ എന്ന ആ വരി, എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നു സാറേ എന്ന് പറയുമ്പോൾ ആ 5 മിനിറ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടും റിവാർഡും അവാർഡും എല്ലാം കിട്ടുന്നു. അതുകൊണ്ട് നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ചെയ്യുക. ആ കർമ്മമണ്ഡലത്തെ ഭഗവാൻ കൃഷ്ണൻ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സാത്വികം, രാജസികം, താമസികം. ഇനി ഒരു കാര്യവും കൂടി കൃഷ്ണൻ ഭയങ്കര പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്നുണ്ട്. സാത്വികം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സാത്വികം ആവണമെന്നില്ല. അയാൾ തന്നെ രാജസികമാകും, അയാൾ തന്നെ താമസികമാകും. സാത്വികം കുറച്ചു നേരത്തേക്ക് സാത്വികം, പിന്നെ രാജസികം, രാജസികം പിന്നെ സാത്വികം. ഇതെല്ലാം മിക്സഡ് ആണ്. ജനറലി അയാൾ സാത്വികമായിട്ടുള്ള മനുഷ്യനാണ്, സത്വപ്രകൃതിയുള്ള മനുഷ്യനാണ്, രാജസിക മനുഷ്യനാണെന്ന് പറയാമെങ്കിലും എല്ലാം മിക്സഡ് ആണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ
കൃത്യമായിട്ട് 51 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ആ വർണ്ണത്തിലല്ല നിങ്ങൾ അറിയപ്പെടുന്നത്, ജാതിയിലല്ല അറിയപ്പെടുന്നത്, അതിന്റെ ബേസിസിലല്ല അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളുടെ മനസ്സിൽ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത് ഇമ്പോസ്റ്റ് ആണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഇല്ലേ? എങ്ങനെയാ ഒരാളെ പരിചയപ്പെടുത്താം? ഇദ്ദേഹം വിദ്യാധരനാണ്, അദ്ദേഹം ISROയിലെ സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം രാധാകൃഷ്ണൻ നായർ സെക്രട്ടേറിയറ്റിലെ ഒരു സൂപ്രണ്ടാണ്. രാധാകൃഷ്ണൻ നായർ പേര്, സെക്രട്ടേറിയറ്റിലെ സൂപ്രണ്ട്. അതല്ലേ പ്രൊഫഷൻ? അതല്ലേ കൃഷ്ണൻ പറഞ്ഞത്? പ്രൊഫഷനിലാണ് അറിയപ്പെടുന്നതെന്ന്. ഇനി ആരെ വേണമെങ്കിൽ നോക്കിക്കോളാം. ഇവരെ മനസ്സിലായില്ലേ? സരിത ടീച്ചറാണ് അവര്. ഇവരോ അവര് സ്കൂളിലെ ക്ലർക്കാണ്, അവര് ഹെഡ് മിസ്ട്രസ് ആണ്, അവര് പ്രൊഫസറാണ്, കോളേജിൽ ലെക്ചറാണ്. ഇയാള് KSRTCയിലെ കണ്ടക്ടറാണ്, മറ്റേ ഡ്രൈവറാണ്. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി ഒരു ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അയാള് പാല് കച്ചവടം നടത്തുന്ന ആളാണ്. പിന്നെ അവര് മുനിസിപ്പാലിറ്റിയില് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന ജോലി ആണ് ചെയ്യുന്നത്. എന്താ പേര്? ജോലി കഴിഞ്ഞിട്ടാ പേര് പോലും ചോദിക്കാറില്ല പലപ്പോഴും, ഇല്ലേ? അങ്ങനെയല്ലേ? ചിന്തിച്ചു നോക്കാം. അമ്പലത്തിൽ പോയാൽ ഇദ്ദേഹമാണ് ഇവിടുത്തെ മേശാന്തി, അതെയോ പ്രണാമമുണ്ട്, പേര് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹമാണ്, പ്രൊഫഷനാണ് മേശാന്തി, തന്ത്രി, കീശാന്തി, കാര്യക്കാരൻ, മാല കെട്ടുന്ന ആള്, അങ്ങനെ ആരാര് ജാതിയായിരിക്കാം, പക്ഷെ ചെണ്ട ഇടയ്ക്ക കൊട്ടുന്ന ആള്, ദീപാരാധനയ്ക്ക്. അങ്ങനെ എല്ലാം പ്രൊഫഷനാണ്. ആ പ്രൊഫഷൻ ആണ് എന്ന് നമുക്ക് ഇന്ത്യക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണില്ല. എന്തേ കാരണം? ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിന്നീടും നമ്മളെ തലയിൽ ഇമ്പോസ് ചെയ്തു വർണ്ണം എന്ന് പറയുന്നത് ജാതിയാണ് എന്ന്. അത് തിരുത്തേണ്ടവരാരും ശ്രമിച്ചില്ല. 1964 ചിന്മയാനന്ദനും പിന്നെ RSSലെ ഗുരുജി ഗോൾവൾക്കറും എല്ലാവരും കൂടി ചേർന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് മുതൽക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നതെല്ലാം മാറുമായിരുന്നു. ഈ പ്രൊഫഷനിലാണ് വർണ്ണം നിൽക്കുന്നത്, ജാതിയിലല്ല. പക്ഷെ പറഞ്ഞ് നമ്മുടെ ജോസഫ് ഗീബൽസ് കേട്ടിട്ടുണ്ടല്ലോ. ജോസഫ് ഗീബൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹിറ്റ്ലറുടെ കൂടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അയാൾ ഒരു തിയറി തന്നെ വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് നുണ കുറേ പ്രാവശ്യം പറയുക. അതാണ് ഇപ്പൊ പിണറായി വിജയൻ ചെയ്യുന്നത്. നുണ കുറേ പ്രാവശ്യം പറയുക. അപ്പൊ എന്താ സംഭവിക്കുക? അത് ആൾക്കാർ സത്യമാണെന്ന് വിചാരിക്കും. അതായത് ആ നുണ, ഇപ്പോ ഈ കേരളത്തിൽ ഇത്രയും റോഡുകൾ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങളാണ്, കേരളത്തിന്റെ വികസനമൊക്കെ ഞങ്ങളാണ്. ഇത്രയും അധികം വികസനം എടുത്തത് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞങ്ങളാണ്. നമുക്ക് ഇപ്പോൾ പാലിന്റെ വില കൂട്ടേണ്ടി വന്നത് കേന്ദ്ര നയം കൊണ്ടാണ്. സാധനങ്ങളുടെ വില കൂടുന്നത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണ്. ഇതിങ്ങനെ നുണ പറഞ്ഞ് അവസാനം ജനങ്ങള് അത് ആവർത്തിക്കുന്നു. ഏതായാലും ഇപ്പൊ ഗോവിന്ദന്റെ ഒരു ഗംഭീരമായിട്ടുള്ള വരി കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭരിക്കുമ്പോൾ ഒരു ഭാരതത്തില് കേരളം എന്ന രാജ്യം, ഒരു നാട് ഉയർന്ന് വളർന്ന് വരാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആരും കൈയടിച്ചില്ല. അപ്പൊ അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയാൾ പറയാണ്, എന്താ ആരും കൈയടിക്കാത്തത്? മനസ്സിലായില്ല, തലയെ കേറിയില്ല അല്ലേ? തലയെ കേറിയത് കൊണ്ടാണ് ഗോവിന്ദൻ മാഷെ കൈയടിക്കാത്തത്. കാരണം ഇന്ത്യയില് കേരളം എന്ന രാജ്യം ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ മണ്ടന്മാര് മാത്രമുള്ള ഒരു സംഘടനയായി പോയല്ലോ ഇത് എന്ന് മണ്ടന്മാരായിട്ട് മുമ്പിൽ ഇരിക്കുന്നവർക്ക് തോന്നിക്കേ. ഭാരതത്തിനകത്ത് കേരളം എന്നൊരു രാജ്യം, നാട് ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ഏതായാലും അദ്ദേഹം 10 സെക്കൻഡ് നേരത്തേക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്ന അബദ്ധം. അങ്ങനെ 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ ആൾക്കാർ ഒരു 5-6 പേര് കൈയടിച്ചു. യഥാർത്ഥത്തില് നമ്മളെ മണ്ടരാക്കാൻ നിന്നുകൊടുത്തു. അത് മാറ്റേണ്ടവരാരും മാറ്റിയില്ല, ഇപ്പോഴും മാറ്റാറില്ല. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമി ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് മറുപടി പറയുന്നു. അതുകൊണ്ട് കാര്യമില്ല. മനസ്സിനകത്ത് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകള് ചോദ്യോത്തരത്തിലൂടെ ഒന്നും മാറ്റാൻ സാധ്യമല്ല. അടിമുടി മാറണം. ഇപ്പൊ നരേന്ദ്രമോദി ചെയ്യുന്ന മാതിരിയാണ്. നമ്മുടെ പൈതൃക മോണുമെന്റുകള്, പൈതൃക സ്മാരകങ്ങളെല്ലാം അങ്ങോട്ട് ശരിയാക്കി, ചരിത്രം മുഴുവനും നമ്മൾ തിരുത്തി എഴുതി. മറ്റേ 2 വിഭാഗക്കാരുടെ പേരുകൾ മുഴുവനും മാറ്റിക്കൊണ്ടിരിക്കുന്നു.
പേരുകൾ മുഴുവനും മാറ്റിയിരിക്കുന്നു, ചരിത്രം മാറ്റുന്നു, NCERT മുഴുവനും മാറ്റുന്നു, CBSE സിലബസ് മാറ്റുന്നു. പിന്നെ മുഗളന്മാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അവര് ഈ നാടിനെ ഭരിച്ചതിന്റെ നേട്ടങ്ങള്, ആ കോട്ടങ്ങള് എല്ലാം പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റാൻ അത് എത്ര കാലം എടുക്കും? പക്ഷേ കേരളത്തിൽ ഇത് എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ പോങ്ങൻ മൂടൻ പറഞ്ഞ മാതിരി ഹിന്ദുവിനെ ഭയപ്പെടേണ്ടതില്ല. ഹിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റ് എടുത്താൽ പിന്നെ ഭയപ്പെടണം. ക്രിസ്ത്യാനിയെ ഭയപ്പെടേണ്ട. ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ആയാൽ ഭയപ്പെടണം. മുസ്ലിമിനെ ഭയപ്പെടേണ്ട. മുസ്ലിം തീവ്രവാദി കമ്മ്യൂണിസ്റ്റും ആയാൽ പിന്നെ ഭയപ്പെടണം. കാരണം അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് തെറ്റായിട്ടുള്ളത് ബ്രാഹ്മണരെക്കുറിച്ചും സവർണരെക്കുറിച്ചും അവർണരെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും എല്ലാം നിരന്തരം തെറ്റിദ്ധാരണകൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടെ നിന്നെടുത്ത് മാർക്സിസ്റ്റ് അവിടെ നിന്നെടുത്ത് ബാക്കിയുള്ളവർ ചെയ്യുന്നു. പിന്നെ പള്ളിക്ക് അകത്ത് ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. ഇപ്പൊ ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരിയുടെ മഹത്വം നോക്കുക. എത്ര പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, വെറുതെ വായിച്ചോണ്ട് പോകാം. ബ്രാഹ്മണ പ്ലസ് ക്ഷത്രിയ പ്ലസ് വിശാം പ്ലസ് ശൂദ്രാണാം ജപരന്തപ കർമാണി പ്രവിഭക്താനി. ഈ 2 വരികള് നമ്മുടെ ചിന്മയാനന്ദനും ബാക്കി സ്വാമിമാരും അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ നായര ഈഴവൻ പലയൻ സവർണൻ അവർണൻ മേൽജാതി കീഴ്ജാതി ദളിതൻ ഇതൊന്നും പറയുമായിരുന്നില്ല. ബ്രാഹ്മണ ഹെഗിമണി പറയുമായിരുന്നില്ല. ഒരൊറ്റ വരി പറഞ്ഞിരുന്നെങ്കിൽ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈഹി, ആ ഒരു ശ്ലോകം സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി, അതിലൂടെ കർമ്മത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടാകുന്ന സ്വതസിദ്ധമായ ഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രനുണ്ടായിരുന്നു. ഈ ഒരു ശ്ലോകം ബൈഹാർട്ട് പഠിച്ചിട്ട് പറയാൻ എന്തായിരുന്നു വിഷമം? സംഘം ഉണ്ടായ കാലം മുതൽക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെ, RSS ഉണ്ടായ കാലം മുതൽക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെ ഇതുമാതിരി ഉണ്ടാകാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് അക്കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കുന്നതിലപ്പുറം. ലോകത്തിലെ ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടായി, ഇന്ത്യയിൽ മാത്രം അത് ഉണ്ടായില്ല. 3 വിഭാഗങ്ങൾ നമ്മളെ തകർത്തു. 1 മതക്കച്ചവടം നടത്തുന്ന ക്രിസ്ത്യാനികൾ, 2 നമ്മുടെ ഈ മാപ്പിളസ്ഥാൻ മാതിരി ഉണ്ടാക്കാനുള്ള മുസ്ലിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി, 3ാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളാണ്. പിന്നെ നമ്മളെ ഭരിച്ച നെഹ്റുവും ഗാന്ധിജിയും ഉൾപ്പെടെ ഈ 3 പേരെക്കാളും സീരിയസ് ആയിട്ട് ഈ നാടിനെ തകർത്തത് ഈ 2 പേരാണ്. അവർ തുടർന്നുകൊണ്ടേയിരുന്നു. സത്യമാണത്, ആരോടുള്ള എതിർപ്പല്ല. പക്ഷേ ഒന്ന് നിങ്ങൾ തന്നെ നോക്കും, മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാവില്ലേ? കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈഹി ഗുണൈ, സ്വഭാവ പ്രഭാവം കൊണ്ട് ആ ഗുണം കൊണ്ട് കർമാണി പ്രവിഭക്താനി, വിഭജിക്കപ്പെടുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് 4 ഉണ്ടാവുന്നത്. എന്തൊരു സിമ്പിളാണ്, എത്ര ക്ലിയർ ആണത്. എന്നിട്ട് അവിടെ കൊണ്ട് തീർത്തില്ല കൃഷ്ണൻ. അടുത്ത വരി നോക്കാം. ബ്രാഹ്മണന് ഈ ക്വാളിറ്റി ഉണ്ടാവേണ്ടത്. ബ്രാഹ്മണന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ക്വാളിറ്റി ഉണ്ടാവണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നവൻ എങ്ങനെ ഇരിക്കണം? ഇന്നലെ പറഞ്ഞതാണ് ശമോ, ശരിക്ക് ചിത്തശുദ്ധി ഉണ്ടാവണം, ദമഹ സെൽഫ് കൺട്രോൾ ഉണ്ടാവണം, തപസ് പോലെ സ്വന്തം കർമ്മം ചെയ്യണം, ശൗചം ക്ഷാന്തി ക്ഷമയുണ്ടാവണം, ആർജവം ലാളിത്യവും, അതേപോലെ സത്യസന്ധതയും ഉണ്ടാവണം, ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാവണം, ആസ്തിക്യം ധർമ്മത്തോടും ഈശ്വര വിശ്വാസത്തോടുമുള്ള ആ പ്രത്യേക കഴിവുണ്ടാവണം, ആസ്തിക്യം ഉണ്ടാവണം, ബ്രഹ്മകർമ്മ സ്വഭാവജ. ഇത് ബ്രാഹ്മണന്റെ സ്വഭാവം അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഭഗവാനെ? നീ പറഞ്ഞതില് ഒരു സംസ്കൃതവും അറിയാത്തവനും ഇത് മലയാളത്തിലെ പര്യായ പദങ്ങളല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ജ്ഞാനം വിജ്ഞാനം ച ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിലീവർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ധർമ്മത്തോടും ഈശ്വര ചൈതന്യത്തോടുമുള്ള വിശ്വാസം ഉള്ളവനാണ് ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇനി ഞാൻ ആവർത്തിക്കേണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ശൗര്യം മലയാളത്തിൽ മനസ്സിലാക്കാൻ സാധിക്കല്ലോ. തേജ, ശൗര്യം തേജ. ധൃതി, ധൃതി എന്ന് വെച്ചാൽ നിശ്ചയദാർഢ്യം. ധൃതിർ ദാക്ഷ്യം, ദാക്ഷ്യം ധൃതി, ദാക്ഷ്യം കഴിവ്. കാരണം യുദ്ധത്തിനൊക്കെ രാജ്യത്തെ രക്ഷിക്കാനുള്ളവരാണ്. ദാക്ഷ്യം എക്സ്ട്രാ കപ്പാസിറ്റി, എഫിഷ്യൻസി അല്ല എഫക്റ്റീവ്നെസ്. ദാക്ഷ്യം
യുദ്ധേ അപി അപലായനം. യുദ്ധേച്ച അപി അപലായനം. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാത്ത ധൈര്യം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മാത്രമല്ല ദാനം ഈശ്വരഭാവശ്ച, മറ്റുള്ളവർക്ക് കൊടുക്കണം. യഥാർത്ഥത്തില് ക്ഷത്രിയൻ ഈ ക്വാളിറ്റി ഉള്ളവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ഗുണങ്ങളും കൂടി അദ്ദേഹത്തിന് ഉണ്ടാവണം. ഈശ്വരഭാവശ്ച, എത്ര ശക്തി ഉണ്ടെങ്കിലും ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഈ 6 ക്ഷത്രിയന്റേതാണ്. 6 രജോ ഗുണാണ്. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കഴിവ്, ധൈര്യം, നിങ്ങൾക്ക് മനസ്സിലായി, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, വിസ്ഡം, ശക്തി, മസിൽ പവർ ആൻഡ് മെന്റൽ പവർ, പരാക്രമം, ഏത് തരത്തിലുള്ള തടസ്സങ്ങളെയും തട്ടിമാറ്റി മുമ്പോട്ട് പോകാനുള്ള കപ്പാസിറ്റിയെയാണ് പരാക്രമം എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന പരാക്രമവും അത് തന്നെ പെടും. പരാക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ല. അത് ഭയങ്കര പരാക്രമിയാണ്. ആന കാണിക്കുന്ന പരാക്രമം കണ്ടില്ല, അതിനെ പിടിച്ചു നിർത്താനൊന്നും സാധിക്കില്ല. ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതാണ് പരാക്രമം. ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. ഈ 6 ഗുണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഭീഷ്മർ ധർമ്മപുത്രനോട് പറഞ്ഞത്. ഒരു രാജാവിന് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് ധർമ്മപുത്രർ ചോദിച്ചപ്പോൾ ഭീഷ്മർ കൊടുത്ത ഉത്തരമാണത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മിക്കുക, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. അഗ്രതശ്ചതുരോ വേദ പൃഷ്ഠത സചരം ധനു ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം ശാപാദവി ശരാദവി. എന്ത് ഗംഭീരാണെന്നറിയാമോ ചർച്ച ചെയ്യിക്കണമെന്നോട് പറയുന്നത്. അഗ്രതശ്ചതുരോ വേദ, അല്ലയോ ധർമ്മപുത്ര, മുമ്പോട്ടുള്ള പ്രയാണത്തില് സമഗ്രമായ അറിവിന്റെ മൂർത്തിമത് ഭാവമായിരിക്കണം നീ. സമഗ്രമായ അറിവിന്റെ അഗ്രത, മുമ്പോട്ടുള്ള പ്രയാണത്തില് ചതുരോ, ചാതുര്യം ഉണ്ടാകണം. വേദ, അറിവ്. അഗ്രത ചതുരോ വേദ, മുമ്പോട്ടുള്ള പ്രയാണത്തില് അറിവിന്റെ മൂർത്തിമത് ഭാവമായിരിക്കണം നീ. പൃഷ്ഠത, പുറകില്. സശരം ധനു, ശരവും അതുപോലെ തന്നെ അമ്പും വില്ലും അവനാഴിയിൽ നിറച്ചുണ്ടാവണം. ഇതം ബ്രാഹ്മ്യം, എവിടെയാണോ നിങ്ങൾക്ക് അറിവിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത്, ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം, എവിടെയാണോ മസിൽ പവർ ഉപയോഗിക്കേണ്ടത്, ശാപാദവി ശരാദവി, അറിവിന്റെ ശക്തി ഉപയോഗിച്ച് അത്രയും ചങ്കൂറ്റത്തോടുകൂടി ഗംഭീരമായിട്ടുള്ള. അപ്പൊ എന്റെ പ്രായം എത്രയാന്നാ സുരേഷ് കുമാർ GSK ചോദിക്കുന്നത്. ഞാൻ അനാദിയാണ്, ചിരഞ്ജീവിയാണ്. ഞാൻ പണ്ടും ചത്തിരുന്നില്ല, ഇനിയും ചാവില്ല, ഇപ്പോഴും ചാവില്ല. തമാശ പറഞ്ഞ കേട്ടോ. എന്നാലും അപ്പോ യഥാർത്ഥത്തിൽ നമ്മള് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അറിവിന്റെ ശക്തി കൊണ്ട് മുമ്പോട്ട് പോകണം. മാത്രമല്ല മസിൽ പവർ ഉപയോഗിക്കേണ്ടടുത്ത് പോകണം. ഇത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അങ്ങേരെ പറഞ്ഞൊന്ന് കേൾപ്പിക്കാൻ ഞാൻ ഇവിടുന്ന് പോർബന്തറിലേക്ക് പോയേനെ. അങ്ങേരാണ് ഈ നാടിനെ ഇത്ര മുച്ചൂട് മുടിപ്പിച്ചത്. സത്യത്തിൽ ഇത്രയും അധികം ഈ നാടിനെ ഭീരുക്കളാക്കിയത്. ഇപ്പോഴാണ് നമ്മൾ ധീരന്മാരാവുന്നത്. അഗ്രത ചതുരോവേദ പൃഷ്ഠത സശുരം ധനു ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം ശാപാദവി ശരാദവി എന്ന് മഹാഭാരതം, ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണോ ആ ഗ്രന്ഥത്തിൽ ഭീഷ്മർ പറയുന്നതാണിത്. കൃഷ്ണൻ പറയുന്നതല്ല, ഭീഷ്മർ പറയുന്നത്. ആരോട്? ധർമ്മപുത്രരോട്. എന്താണ് ക്ഷത്രിയ ധർമ്മം, രാജാവിന്റെ ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഭീഷ്മോപദേശത്തിൽ. എത്ര ഗംഭീരാണല്ലേ. അതുകൊണ്ട് ആ ഒരു ശക്തി അത് യഥാർത്ഥത്തിൽ രജോ ഗുണമാണ്, ക്ഷാത്രഗുണമാണ്. ശൗര്യം പ്ലസ് തേജ പ്ലസ് ധൃതിർ പ്ലസ് ദാക്ഷ്യം പ്ലസ് യുദ്ധേച്ച അപി അപലായനം, യുദ്ധത്തിന് പിന്തിരിഞ്ഞോടാത്ത കഴിവ്. ദാനം ഈശ്വരഭാവശ്ച. ഇപ്പൊ നമ്മൾ പറഞ്ഞ വരി എന്താണ്? ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഈ 6 ഗുണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഈശ്വരഭാവശ്ച. ഈശ്വരഭാവം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കരുത്. ചങ്കൂറ്റമുണ്ട്, രജോ ഗുണമുണ്ട്, ഞാൻ രാജാവാണ്, ഞാൻ ലീഡറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 48 ലക്ഷം രൂപ മുടക്കിയിട്ട് ലണ്ടനിൽ ചെന്നിട്ട് കുത്തുവാളെടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ചിലരൊക്കെ ഉണ്ടല്ലോ രാജാക്കന്മാര്. അവരെ പോലെ ഈ നാടിനെ മുച്ചൂട് മുടിപ്പിച്ച് തെണ്ടിക്കരുത്. ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം ക്ഷിതിത്രാണം, രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള കഴിവ്. ക്ഷാത്രം കർമ്മ സ്വഭാവചം, ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങളാണ് രജോ ഗുണം ഉള്ള മനുഷ്യൻ. ഇതിൽ കുറെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ബ്രാഹ്മണന്റേതായിട്ടുള്ള ഗുണങ്ങൾ എടുക്കാം. ബ്രാഹ്മണനായിട്ടുള്ള ദ്രോണാചാര്യര് എനിക്ക് ശമോ ദമ സ്തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച
ജ്ഞാനം വിജ്ഞാനം ഇതൊക്കെ നിലനിർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ക്ഷത്രിയനാവുക എന്ന് പറഞ്ഞിട്ടാണ് ദ്രോണാചാര്യർ ക്ഷാത്രധർമ്മത്തിലേക്ക് മാറിയത്. ക്ഷാത്രധർമ്മത്തിലേക്ക് മാറിയത് അങ്ങനെയാണ്. ശരിക്കും നോക്കുക, ദ്രോണാചാര്യര് അങ്ങനെ മാറിയെങ്കിൽ അശ്വത്ഥാമാവും മാറി, മകനും മാറി, അല്ലെ? അപ്പൊ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് തെളിവ് സഹിതം മുമ്പിലുണ്ട്, ഒന്നും നെഗറ്റീവ് അല്ല. അതുപോലെ തന്നെ കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. വൈശ്യന്റെ കർമ്മം എന്താണ്? കൃഷി. ഏതു തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആസ്പെക്റ്റും അതുമായി ബന്ധപ്പെട്ടത്. ഗൗരക്ഷ അനിമൽ ഫാമിംഗ്. ആ കർമ്മമാണ്. അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഈ കർമ്മം ഉണ്ടായെങ്കിൽ ഇയാൾ അങ്ങനെയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഗൗരക്ഷ, പിന്നെ വാണിജ്യം, എല്ലാ കച്ചവടങ്ങളും, എല്ലാവിധ കച്ചവടങ്ങളും, മാത്രമല്ല വൈശ്യകർമ്മ സ്വഭാവം. എന്റെ ചേട്ടൻ ഇപ്പോ ഒരു ഹോട്ടൽ നടത്തുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ചേട്ടൻ എന്ന് പറയുന്ന ബ്രാഹ്മണനല്ല, വേദം പഠിച്ചിട്ടുണ്ട്, പൂണൂലുണ്ട്, അമ്പലത്തിൽ പൂജയ്ക്ക് പോകാറുണ്ട്, വീട്ടിനകത്ത് പൂജയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് കച്ചവടമാണ്. എന്റെ അനിയൻ കച്ചവടമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പ്രൊഫഷണലി അവർ വൈശ്യരാണ്. ജാതി എന്തോ ആവട്ടെ, പ്രൊഫഷണലി വൈശ്യരാണ്. എത്ര സിമ്പിളാണ്. അടുത്ത വരി നോക്കാം. പരിചര്യാത്മകം കർമ്മ. എല്ലാ സപ്പോർട്ടിംഗ് വർക്കുകൾ ഇല്ലാതെ ലോകത്തിൽ എന്തെങ്കിലും നടക്കുമോ? നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്ന ആരാ? നമ്മുടെ വീട്ടിൽ പെയിന്റ് ചെയ്യുന്ന ആരാ? കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആരാ? മേസണറി വർക്ക് ചെയ്യുന്ന ആരാ? ഇന്റർലോക്ക് ബ്രിക്ക് ഇടുന്നത് ആരാ? കോൺക്രീറ്റ് ചെയ്യുന്നത് ആരാ? റൂഫ് ഉണ്ടാക്കുന്നത് ആരാ? തട്ടടിക്കുന്നത് ആരാ? എല്ലാവിധത്തിലും ഫാൻ ഫിറ്റ് ചെയ്യുന്നത് ആരാ? നിങ്ങൾ എണ്ണി നോക്കിക്കോളും. ഈ സപ്പോർട്ടിംഗ് വർക്ക് ചെയ്യാതെ, അതിന് നിങ്ങൾ ഏത് ഇംഗ്ലീഷ് വാക്കോ ഏത് സംസ്കൃത വാക്കോ എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ. ഈ സപ്പോർട്ടിംഗ് വർക്ക് ഇല്ലാതെ ഏതെങ്കിലും സൊസൈറ്റി നിൽക്കുമോ? ഈ മതിൽ കെട്ടണമെങ്കിൽ, റോഡ് ഉണ്ടാക്കണമെങ്കിൽ, മറ്റേ എന്റെ വണ്ടി ഓടിക്കണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി ഓടിക്കണമെങ്കിൽ, നാളെ രാവിലെ എനിക്ക് കോതമംഗലത്ത് ഒരു ലെക്ചർ ഉണ്ട്. ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അയാള് രാവിലെ 8:30 വരും, ഞാൻ 8:30 ഇവിടുന്ന് പോകും. അവിടെ 10:30 മണിക്ക് ഒരു ലെക്ചർ ഉണ്ട്. അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ ലൈവായിട്ട് കൊടുക്കും, റേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ നിവർത്തിയില്ല. അപ്പൊ ഡ്രൈവറെ നമ്മൾ വിളിച്ചു പറയും, ഷിബുവിനെ വിളിച്ചു പറയും, ഷിബു വരും, നമ്മളെ അവിടെ കൊണ്ടുപോകും. നമ്മുടെ കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നിങ്ങളൊരു ഹോട്ടലിൽ പോയി നോക്കൂ, ചായ ഉണ്ടാക്കുന്ന ഒരാള്, ദോശ ഉണ്ടാക്കുന്ന ഒരാള്, അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരാള്, ടേബിൾ ക്ലീൻ ചെയ്യുന്ന ഒരാള്, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നു. സപ്പോർട്ടിംഗ് വർക്ക് ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഞങ്ങൾ ശൂദ്രന്മാരാണ്, ഞങ്ങൾ തറകളാണ്, ഞങ്ങൾ ദളിതരാണ്. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശൂദ്രൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും മുക്കുവ കുടിലിൽ ജനിച്ച APJ അബ്ദുൽ കലാം എവിടം വരെ ആയി? ചായക്കടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി എവിടം വരെ ആയി? ഇതല്ലേ ശരിക്കും സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നവർ പിന്നീട് വളർന്ന് വലിയ ലെവലിലേക്ക് എത്തുന്നില്ലേ? അവിടെ നീ ചായക്കടക്കാരനാണെങ്കിൽ ചാവണത് വരെ, മരിക്കണത് വരെ, ഇഹലോകവാസം വെളിയുന്നത് വരെ ചായക്കടക്കാരനെ തന്നെ ഇരിക്കണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൺമുമ്പിൽ ഉണ്ടല്ലോ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പൊ നമ്മുടെ രാജാ കൃഷ്ണൻ എഴുതിയ സർവീസ് ഇൻഡസ്ട്രി, GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നല്ലേ പറയാ? ആ സർവീസ് അല്ലേ എല്ലാവരും ചെയ്യുന്നത്. രാവിലെ പാല് കൊണ്ടുവരുന്ന സർവീസ് അല്ലേ? വെജിറ്റബിള് കൊണ്ടുവരുന്നത് ആമസോണിൽ നിന്ന് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ബിഗ് ബസാറിൽ നിന്ന് കൊണ്ടുവരുന്നത് സർവീസാണ്. അപ്പൊ അയാള് പ്രൊഫഷണലി ആണ് ശൂദ്രകർമ്മം ചെയ്യുന്നത്. അയാള് ശൂദ്രനല്ല, അല്ല പ്രൊഫഷണലി. വേണമെങ്കിൽ പറയാം, വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. സർവീസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. കക്കൂസ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ശരിയാവണില്ല, വേണ്ട. ടോയ്ലറ്റ് എന്ന് പറഞ്ഞോളൂ. കുളിമുറി എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റണില്ല, വേണ്ട. ബാത്റൂം എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മെക്കോളെ പ്രഭു രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് നിങ്ങളെ തലയ്ക്കടിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വാക്കാണോ ശരിയെന്ന് തോന്നുന്നത് അത് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയണ്ട. പക്ഷെ അർത്ഥം മനസ്സിലാക്കൂ. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഇപ്പൊ ശരിക്കും നോക്കാം. പരിചര്യാത്മകം കർമ്മ. സപ്പോർട്ടിംഗ് ആണ്. ഒരു സപ്പോർട്ടിംഗ് അല്ല. എന്റെ കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ ആരാ ശരിയാക്കാം? ഷിജു വന്നിട്ട് അവിടെ വന്നിട്ട് ഷിൻജോ വന്നിട്ട് ശരിയാക്കും. അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെയെല്ലാം ഡ്രൈവർമാർ 4-5 പേരുണ്ട്. നമ്മുടെ സ്കൂളിന് 6-7 ബസ് ഡ്രൈവർമാരുണ്ട്. ബാക്കിയുള്ള പൂജാരിയുണ്ട്, പൂജാരിക്ക് അസിസ്റ്റന്റ് ഉണ്ട്. അമ്പലത്തിൽ പൂജ നടത്തുന്ന ആൾക്കും അസിസ്റ്റന്റ് ഉണ്ട്. കുക്കിങ്ങിന് ഒരാളുണ്ട്. എല്ലാം ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രിൻസിപ്പാളിന് ഒരാളല്ല, പ്രിൻസിപ്പാളിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അക്കൗണ്ട് നോക്കുന്നതിന് അക്കൗണ്ടന്റ് ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട്. ഡോക്ടർ ഹരിദാസൻ പിള്ള ഡയറക്ടറായിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാങ്കിലേക്ക് പോകാൻ ബാബു ഉണ്ട്. പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ, ക്യാൻറ്റീൻ വർക്കുകളൊക്കെ ചെയ്യാൻ രാജനുണ്ട്. എല്ലാവരും അസിസ്റ്റന്റുമാരും അല്ലാത്തവരൊക്കെയാണ്. അങ്ങനെ ഇല്ലാത്തൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും പറ്റുമോ? അപ്പൊ ഇത് നമ്മളെ 1925 മുതൽക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ 4 ശ്ലോകം ഡെഫിനിഷൻ ചെയ്ത് 4 ശ്ലോകം വേണ്ട, 41ാമത്തെ ശ്ലോകം 18ാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചാൽ മതി. പക്ഷെ പോരാ, എന്നാലും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല. മാത്രമല്ല, ശ്രീകൃഷ്ണൻ എന്താ പാർട്ടി? യാദവനല്ലേ, OBC അല്ലേ? ശ്രീരാമൻ ക്ഷത്രിയനല്ലേ? മഹീദാസ ഇതരേയൻ.
ഇതര എന്ന വേശ്യാ സ്ത്രീയിൽ ജനിച്ച, മഹി മണ്ണ്, ദാസ മണ്ണിൽ പ്രവർത്തിക്കുന്ന ആള്, ഐതരേയൻ ഇതയ എന്ന വേശ്യാ സ്ത്രീയിൽ ഉണ്ടായ ആൾ, മഹീദാസ ഐതരേയൻ അദ്ദേഹം എഴുതിയതാണ്. ഐതരേയ ബ്രാഹ്മണം, ഐതരേയ ആരണ്യകം, ഐതരേയോപനിഷത്ത്, മഹൈതരേയോപനിഷത്ത്. യഥാർത്ഥത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാല് കാര്യങ്ങളും 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയത്. ഒരാൾ ചോദിച്ചിരിക്കുന്നു കൃഷ്ണമൂർത്തിയോ? കൃഷ്ണമൂർത്തി അവിടുത്തെ മാനേജറാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബാക്കിയുള്ളവരും കൃഷ്ണമൂർത്തിയുടെ ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. കൃഷ്ണമൂർത്തി മൂർത്തിയോ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് മഴുവഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന ബാബു സപ്പോർട്ടിംഗ് ആണ്, രാജൻ സപ്പോർട്ടിംഗ് ആണ്, ബാക്കി മുരളി സപ്പോർട്ടിംഗുമാണ്, സൂപ്പർവൈസിംഗുമാണ്, ഹരിദാസൻ പിള്ള, ഇവരെ എല്ലാവരും. കൃഷ്ണമൂർത്തിക്ക് കുറെ ഏരിയയുടെ വർക്ക് ഉണ്ട്, മാനേജറാണ്, കെയർ ടേക്കർ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് മൂർത്തിയുടെ പേര് പറയാത്തത്. എന്നാലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്താ ഉറപ്പായിട്ടുള്ളത്? പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഇനി ഇതിനേക്കാളും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മതിയിടോ, എത്രയായി പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലേ? അർത്ഥത്തിലേക്ക് നോക്കാം. സ്വേ സ്വേ കർമ്മണ്യഭിരത. വാക്കിന്റെ അർത്ഥം നോക്കാം. സ്വേ സ്വേ അവനവന്റെ, കർമ്മണി കർമ്മത്തിൽ, അഭിരത ആനന്ദിക്കുന്ന ആള് അല്ലെ, പ്രവർത്തിക്കുന്ന ആളെന്നല്ല പറഞ്ഞിരിക്കുന്ന, അഭിരത. വിരതാഞ്ചാൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആനന്ദിക്കുന്ന ആള്. അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത. നമ്മുടെ കർമ്മം നമുക്കൊരു ഭാരമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്, ഭാഗ്യമാണ്. കർമ്മം നമുക്ക് ജീവിതത്തിന്റെ ഭാരമാണ്, ഭാഗ്യമാണ്. ഇന്ന് ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോ അത് വളരെയധികം സന്തോഷമാണ്. അപ്പൊ ഫ്രീഡം ഉണ്ടോ? ഫുൾ ഫ്രീഡമാണ്. അദ്ദേഹം ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ബോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ഫീൽഡ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിൽ പോകാം, പക്ഷേ ജയിക്കണം എന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. ഫുൾ ഫ്രീഡം. നരേന്ദ്രമോദിയെ കുറിച്ച് ജയശങ്കർ ഇന്ന് പറഞ്ഞതാണ്. അതായത് യു ഹാവ് ഗോട്ട് ദ ഫ്രീഡം ടു ബോൾ എനി വേ ആൻഡ് ടു ഫീൽഡ് ദ വേ യു ലൈക്ക്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് മേക്ക് ഇറ്റ് എ സക്സസ്ഫുൾ മാച്ച്. മാച്ചിൽ വിജയിക്കണം, അതേ ഉള്ളൂ. എന്ത് ഗംഭീരാണല്ലേ? സ്റ്റീവ് ജോബ്സും അത് തന്നെയാണ്. നിങ്ങൾ ഏത് വഴി കൂടെ വേണമെങ്കിലും ആപ്പിൾ കമ്പ്യൂട്ടർ, ആപ്പിൾ മൊബൈൽ ഫോൺ ചെയ്തോളും, റിസൾട്ട് കിട്ടണം. സ്വാതന്ത്ര്യം എങ്ങനെ വേണമെങ്കിലുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നോക്കുക. സ്വേ സ്വേ കർമ്മണി അഭിരത. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എടുക്കുന്നതിൽ ഞാൻ ആനന്ദിക്കണം. ആനന്ദിച്ചില്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എനിക്കൊരു ഭാരമാണ്. It will become a burden for me. It will not be a part of my life. It will not be a luck. It will not be a fortune for me. എനിക്കതൊരു ഭാഗ്യമാവണം. ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാകണം. സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നരഹ. അങ്ങനെ സന്തോഷത്തോടുകൂടി കർമ്മം ചെയ്ത് അവൻ ഉദ്ധരേത് ആത്മനാത്മാനം, വളരണം, ഉയരണം, ഉണരണം. അല്ലേ? നമ്മൾ പറയാറില്ലേ സത്യത്തില്? ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നന്റ് ആവരുത്. ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. വളരണം, വളരണം, വളരണം. അതിൽ കുറെ നെഗറ്റീവുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് വളരണം. അതാണ് സംസിദ്ധിം ലഭതേ നരഹ. സിദ്ധി, നല്ല സിദ്ധി ഉണ്ടാവും. നല്ല ഗംഭീരമായിട്ട് സിദ്ധി ഉണ്ടാവും. വളരെ ഗംഭീരമായിട്ട്. സ്വകർമ്മ നിരത. അർത്ഥം മനസ്സിലായല്ലോ? സ്വ പ്ലസ് കർമ്മ പ്ലസ് നിരത മലയാളം വാക്കുകളാണ്. സ്വകർമ്മനിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. എങ്ങനെയാണ് അവനവന്റെ കർമ്മത്തിൽ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിക്കൊണ്ട് സിദ്ധി ലഭിക്കുക എന്നുള്ളത് ഞാൻ നിനക്ക് പറയാം. എന്തിനാ ഈ 18ാമത്തെ അധ്യായത്തിൽ കൃഷ്ണ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവസാനം ചെന്നെത്തേണ്ടത് മെൻ മേക്കിംഗ് അല്ല, മാൻ മേക്കിംഗ് ആണ്. ഇത് വളരെ സദാനന്ദൻ മാസ്റ്റർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ മിനിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏഷ്യാനെറ്റിലുള്ളവര്, ഇവര് അന്തിച്ചർച്ച നയിക്കുന്നവരെ, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസുകാര്, കുറെ യുക്തിവാദികള്, കുറെ പേര് പറഞ്ഞിരിക്കുകയാണ്. RSS എന്ന് പറഞ്ഞത് 89 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. 10 വർഷം മുമ്പ് പറഞ്ഞത്, അതുകൊണ്ടാണ് 89 വർഷം. നമുക്ക് ഇതുമാതിരി 89 മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റുമോ? പിന്നെ വേറൊന്ന്, ആ RSS സൈന്യങ്ങളെ പോലെ അച്ചടക്കമുള്ള ഒരു സംഘടനയാണ്. ഒരു വിസിലടിച്ചാൽ ചോദ്യം ചെയ്യാതെ എത്ര പേര് വേണമെങ്കിലും വരും. അതാണ് RSSന്റെ പ്രത്യേകത. മറ്റൊരാൾ പറഞ്ഞു, ഇത് 1925 മുതൽക്ക് കൊടുത്ത ട്രെയിനിങ് ആണ്.
അതവർ രാഷ്ട്രം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. വേറൊരാൾ നിങ്ങൾക്കറിയോ, രാജ്യം എന്ന വാക്ക് RSS ഉപയോഗിക്കില്ല. അവർക്ക് രാഷ്ട്രം എന്ന വാക്ക് അവരുടെ മുമ്പിലുള്ളൂ, പുറകിലുള്ളൂ. പിന്നെ അവർ നേതാവിന് വേറൊരാൾ പറഞ്ഞു, അവർ നേതാവിന് മുദ്രാവാക്യം വിളിക്കില്ല. അവർ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് മാത്രമാണ്. ഇത് ശരിക്കും സദാനന്ദൻ മാസ്റ്റർ കുറേ പേരുടെ വീഡിയോ എടുത്തിട്ട് അവർ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോ ഒരു വലിയ ലക്ഷ്യം, എന്തിന്റെ ലക്ഷ്യമാണ്? മാൻ മേക്കിംഗ്. ഓരോ ഗോപാലകൃഷ്ണനെയും, അങ്ങനെ ഓരോ ഷാജഹാനെയും, ഓരോ ഫക്രുദ്ദീൻ അലിയെയും, അതുപോലെ ഓരോ TP സെൻകുമാറിനെയും, അങ്ങനെ ഓരോ മെട്രോമാൻ ശ്രീധരൻ സാറിനെയും ഓരോരുത്തനെയും ഉണ്ടാക്കുക. ഒരു നദ്ദയെ ഉണ്ടാക്കുക, ഒരു അമിത്ഷായെ ഉണ്ടാക്കുക, ഒരു യോഗി ആദിത്യനാഥ്. ഇന്ന് കേട്ടില്ലേ, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ പോലീസിനെ അയച്ചിട്ട് മലപ്പുറത്ത് നിന്ന് ഒരുവനെ പൊക്കിക്കൊണ്ടുപോയി. ഇവിടുത്തെ പോലീസുകാർ താടിക്ക് കയ്യും കൊടുത്തോണ്ട് നോക്കിയിരിക്കുകയായിരുന്നു ക്ലിഫ് ഹൗസിലേക്ക്. ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ട് മലപ്പുറത്ത് നിന്ന് ഒരുവനെ പൊക്കിക്കൊണ്ടുപോയി. എന്താ അവസ്ഥ അല്ലേ? അങ്ങനെ ഒരു യോഗി ആദിത്യനാഥിനെ ഉണ്ടാക്കി, ഒരു ആസാമിലെ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി, ഒരു അജിത് ഡോവലിനെ ഉണ്ടാക്കി, ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹത്തിനെ ഉണ്ടാക്കി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം കൊടുത്തത്. എല്ലാം നിങ്ങൾ നോക്കൂ, മാൻ മേക്കിംഗ് ആണ്. ഞാൻ ആദ്യമൊക്കെ വാദിച്ചിരുന്നു ഇവരോടൊക്കെ, എന്താ മെൻ മേക്കിംഗ് ആയാൽ എന്താ കുഴപ്പം, ഇന്നത്തെ ലോകം മെൻ മേക്കിംഗ് ആണ്. വലീഷ, നമ്മളുടെ ലക്ഷ്യത്തിലും എല്ലാത്തിലും ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. നരേന്ദ്രമോദിയാണ് ഇപ്പോഴെങ്കിൽ, നരേന്ദ്രമോദിയുടെ ഷാജഹാൻ പറഞ്ഞതാണ്, നമ്മുടെ അച്യുതാനന്ദന്റെ സെക്രട്ടറി പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണ ഒരു മോഡിയെ ഉള്ളൂ എന്ന്. 100 പേര് ലിസ്റ്റിൽ വേറെ ഉണ്ട്. മോഡിയെ പോലെ 100 പേരുണ്ട് ലിസ്റ്റില്. ഒരുപക്ഷെ ത്രിപുരയിൽ സ്ത്രീ ആയിരിക്കും മുഖ്യമന്ത്രി ആവാൻ പോണത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം. ഒരു ഡെന്റൽ ഡോക്ടർ ആയിരുന്നു പ്രാവശ്യം. എന്താണെന്ന് അറിഞ്ഞൂടാ ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് മാൻ മേക്കിംഗ് ആണ്. ഇവിടെ കൃഷ്ണൻ പറയുന്നു 18-ാം അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകം വരുമ്പോ ഓരോ വ്യക്തിയെക്കുറിച്ചും കൃഷ്ണൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഗ്രൂപ്പായിട്ട് സന്തോഷിച്ചാ പോരാ, ഗ്രൂപ്പായിട്ട് വളർന്നാ പോരാ. ഇൻഡിവിജ്വലി യു ഷുഡ് ഗ്രോ. Psychologically you should grow, spiritually you should grow, scientifically you should grow, technologically you should grow, socially you should grow, and anthropologically you should grow, and you should grow professionally, academically, knowledge wise. You should grow all round. You സിംഗുലർ. ഒരാളുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ്. യു എന്നുള്ളത് സിംഗുലറും പ്ലൂറലുമാണ്. അത് ഇംഗ്ലീഷുകാരന്റെ കുഴപ്പം. മലയാളത്തിൽ നീ, നിങ്ങള് രണ്ടർത്ഥമുണ്ട്. നിങ്ങൾ എന്നുള്ളതും സിംഗുലറിന് ഉപയോഗിക്കാം. അതുകൊണ്ട് സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നരഹ. മനുഷ്യന് സിദ്ധി ലഭിക്കും അവനവന്റെ കർമ്മത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട്. സ്വകർമ്മ നിരത, സ്വന്തം കർമ്മത്തിൽ നിരതനായിരുന്നു കൊണ്ട്. സിദ്ധിം യഥാ വിന്ദതി, എപ്രകാരമാണോ അവരവരുടെ കർമ്മത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സിദ്ധി ലഭിക്കുന്നത്. ഈശ്വര, ഇതൊരു 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് ഇത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളെ തറ പറയില്ലായിരുന്നു. അവർക്ക് അറിഞ്ഞൂടാ, ഹിന്ദുക്കൾക്ക് ഇത് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈഴവരെയും പുലയനെയും പറയനെയും തമ്മിൽ അടുപ്പിക്കാനും അതിന് പറ്റിയ ഒരു ജി സുകുമാരൻ നായരും അതിന് പറ്റിയ വെള്ളാപ്പള്ളി നടേശനും എല്ലാം കൂടി ചേർത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്പിരിറ്റും ചാരായോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഡ്രഗും കൂടി അടിച്ചു കയറ്റിയിട്ട് ഭഗവത്ഗീത വായിക്കുക പോലും ചെയ്യാത്തവര് ഈ ഹിന്ദു ധർമ്മത്തിലെ 4 വർണ്ണത്തെ പിടിച്ച് കലക്കി കോളമാക്കി വിട്ടു. ഇപ്പോഴെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് ശ്രമിക്കാം സോഷ്യൽ മീഡിയയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ ക്ലാസ് എന്താ പറയാ, ഞാൻ സാംബശിവന്റെ കഥാപ്രസംഗം മാതിരി എനിക്ക് തോന്നുന്നു എന്റെ ഭഗവത്ഗീത ക്ലാസ്. നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ എഴുതണം കേട്ടോ. നമസ്തേ പറഞ്ഞാൽ പോരാ. കാരണം എന്താ അറിയാമോ, നമുക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോ കമന്റുകളും വേണം. അത് പലതിലും ഞാൻ പറയാറുണ്ട്. പറയുന്നത് എന്റെ കമന്റ് മാത്രമല്ല, നിങ്ങളുടെ പലരുടെയും കമന്റുകളാണ്. ശരിക്ക് പല കമന്റുകളിൽ നിന്നാണ് അടുത്ത ദിവസത്തേക്കുള്ള ഐഡിയ വരുന്നത്. ഒരാളുടെ തലയിൽ എല്ലാം വരണമെന്നില്ലല്ലോ. ഒരു പോയിന്റ് കിട്ടുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഭഗവത്ഗീത ക്ലാസ്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, ആനന്ദമുണ്ട്, ആഹ്ലാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ ദിവസവും സമയം കണ്ടെത്തുക, ഊർജ്ജം കണ്ടെത്തുക, അറിവ് കണ്ടെത്തുക, പുതിയ മാർഗത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക. തീർച്ചയായിട്ടും രാഷ്ട്രം മാറുന്നുണ്ട്, അടിമുടി മാറും എന്നുള്ളത് ഉറപ്പാണ്. ശരിക്ക് നമ്മുടെ G20 ഒക്കെ സമ്മേളനം കത്തിക്കാളി നടത്തിയത് ഭാരതം ഒരൊറ്റ ചങ്കൂറ്റത്തോടു കൂടി എല്ലാവരും പ്രവർത്തിച്ചു.
എന്താ പറയാ, കർട്ടന്റെ മുമ്പില് 1-2 പേര് മാത്രം, ബാക്കിയൊക്കെ കർട്ടന്റെ പുറകില. ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ലോകം അത്ഭുതത്തോടുകൂടി നോക്കുന്നു. കൃത്യമായിട്ട് എന്താണ് കൊടുക്കേണ്ടവന് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ തുർക്കി ഇത്രയും അധികം സഹായം നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് തുർക്കി ജമ്മു കാശ്മീരിനെ കുറിച്ച് നെഗറ്റീവായിട്ട് കമന്റ് പറഞ്ഞു. അടിച്ചു പൊളിച്ച് ചെകിടത്തടിച്ച മാതിരി തുർക്കിക്ക് കൊടുത്തു. അപ്പൊ നിങ്ങൾ നല്ലവരാണ് എന്ന് ഞങ്ങൾ റാൻഡം സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല. നിങ്ങളുടെ തനി കയ്യിലിരിപ്പ് ഞങ്ങൾക്ക് അറിയാം. കൊടുക്കേണ്ടവന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, അത് കേൾക്കേണ്ടവർ കേൾക്കുന്നു, എടുക്കേണ്ടവർ എടുത്താലും എടുത്തില്ലെങ്കിലും അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. അയാൾക്ക് അപ്പൊ കൊടുക്കാമായിരുന്നല്ലോ, ഇപ്പൊ വൈകിപ്പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പപ്പോ ഉള്ളത് അതാണ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിതത്തിൽ ഒരു സത്യമേ പറഞ്ഞിട്ടുള്ളൂ. വയലിലെ വേലയ്ക്ക് വരമ്പത്ത് കൂലി, അതിപ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട് അന്ന് അവിടെ. ഏതായാലും ധന്യമായ ഈ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും പ്രണാമങ്ങളും മഹാദേവന്റെ പാദങ്ങളിലും പത്മനാഭന്റെ പാദങ്ങളിലും അതുപോലെ തന്നെ ഗണപതിയുടെ പാദങ്ങളിലും പൂർണ്ണത്രൈശന്റെയും ഗുരുവായൂരപ്പന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും ഭാരതമാതാവിന്റെ ഋഷീശ്വരന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. ഓം തത്സത്. ഓം തത്സത്. ഓം തത്സത്. പ്രണാമം. നമസ്കാരം.